സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത് ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. NCERT ടെസ്റ്റ് ആണ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സും വർക്കൗട്ട് എക്സാമ്പിൾസും എക്സർസൈസിലെ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഒന്ന് പഠിച്ചതാണ് അല്ലേ? അവിടെ നമ്മൾ റിലേഷന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു പഠിച്ചത്? എ റിലേഷൻ ആർ ഫ്രം എ non-empty set A to a non-empty set B is a subset of A cross B എന്നാണ് പഠിച്ചത് അല്ലേ? A relation from a non-empty set A to a non-empty set B is a subset of A cross B. A cross B യുടെ പ്രത്യേകത എന്തായിരുന്നു? അത് ആദ്യത്തെ എലമെന്റ് എയിൽ നിന്നും രണ്ടാമത്തെ എലമെന്റ് ബിയിൽ നിന്നും എടുത്തുണ്ടാക്കുന്ന എല്ലാ ഓർഡേഡ് പേഴ്സിന്റെയും കൂടെ സെറ്റ് ആയിരുന്നു അല്ലെ? അപ്പൊ ഈ റിലേഷൻ എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷനിലെ ഓർഡേഡ് പേഴ്സ് ആണ്. ആ ഓർഡേഡ് പേഴ്സിലെ ആദ്യത്തെ എലമെന്റ് എയിലും രണ്ടാമത്തെ എലമെന്റ് ബിയിലും ആയിരിക്കും അല്ലെ? ഇനി a relation R on a set A എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരുന്നു? That relation is from A to A itself എന്ന് പറഞ്ഞാൽ അത് ആരുടെ സബ്സെറ്റ് ആണ്? A cross A യുടെ സബ്സെറ്റ് ആണ് അല്ലെ? അപ്പൊ ആ റിലേഷനിലെ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും എയിലെ തന്നെ എലമെന്റ്സ് ആയിരിക്കും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ഒന്ന് പഠിച്ചതാണ്. ഈ വർഷം നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. അതിൽ ആദ്യം നമ്മൾ പറയുന്ന റിലേഷൻ എംപ്റ്റി റിലേഷൻ ആണ്. എംപ്റ്റി റിലേഷൻ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലെ? എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ ആ റിലേഷൻ എംപ്റ്റിയാ എന്ന് പറഞ്ഞാൽ ആ റിലേഷനകത്ത് എലമെന്റ്സ് ഒന്നും കാണത്തില്ല. അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. Suppose a relation R is defined on the set 1, 2, 3. Consider a relation R defined by set of all ordered pairs AB such that A minus B is equal to 10. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഈ റിലേഷൻ എയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് എയിൽ നിന്നും എയിലോട്ട് തന്നെയാണ്. അത് എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റും ആയിരിക്കും അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് എ ക്രോസ് എ ഒന്ന് എഴുതി നോക്കാം. വാട്ട് ഈസ് എ ക്രോസ് എ ഹിയർ? ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓർഡേഡ് പെയർ 1 1 1 2 1 3 then 2 1 2 2 2 3 then 3 1 3 2 3. ഇനി നമ്മുടെ ഈ റിലേഷൻ ഒന്ന് നോക്കി. എങ്ങനെയാ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഓർഡേഡ് പെയർ റിലേഷനകത്ത് വരണമെങ്കിൽ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിലുള്ള ഡിഫറൻസ് 10 ആയിരിക്കണം അല്ലെ? അങ്ങനെ ഏതെങ്കിലും ഓർഡേഡ് പെയർ എ ക്രോസ് എക്കകത്തുണ്ടോ? എ മൈനസ് ബിയുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 10 ആകുമോ? ഒന്ന് നോക്കിക്കേ. ഇത് 0, ഇത് -1, ഇത് ഡിഫറൻസ് -2, ഇത് 1. അങ്ങനെ നമ്മൾ ഓരോന്നും നോക്കിയാൽ ഒന്നിന്റെ ഡിഫറൻസ് എന്താകുന്നില്ല? 10 ആകുന്നില്ല അല്ലെ? എന്ന് പറഞ്ഞാൽ ആറിനകത്ത് എലമെന്റ്സ് ഒന്നും എഴുതാൻ നമുക്കില്ല. ദാറ്റ് മീൻസ് R becomes a null set 5 എന്നാണ് അല്ലെ? So if R is a null set then it is known as an empty relation. Clear ആയല്ലോ അല്ലേ? ഇനി അടുത്തത് പറയുന്നതാണ് യൂണിവേഴ്സൽ റിലേഷൻ. നെക്സ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ റിലേഷൻ. So a relation R on a set A is said to be a universal relation if R is equal to A cross A itself. റിലേഷൻ എന്ന് പറയുന്നത് A cross A തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കുന്നത്.
ഇപ്പൊ ഇതേ സെറ്റ് തന്നെ കൺസിഡർ ചെയ്യുവാണ്. A is equal to set 1, 2, 3. And the relation is defined by set of all ordered pairs AB such that modulus of A minus B is greater than or equal to 0. എന്ന് പറഞ്ഞാൽ റിലേഷന്റെ പ്രത്യേകത എന്താ? ഈ ഓർഡേഡ് പെയർ തമ്മിലുള്ള ഡിഫറൻസിന്റെ മോഡുലസ് എടുത്താൽ ഒന്നുകിൽ 0 ആകാം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആകാം അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ A ക്രോസ് എഴുതി വെച്ചിട്ടുണ്ട്. അതിലെ പെയേഴ്സ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്താൽ ഓരോ പെയറിന്റെയും എലമെന്റ്സിന്റെ ഡിഫറൻസ് എടുത്ത് അതിന്റെ മോഡുലസ് എടുത്ത് നോക്കിക്കേ. ഇവിടെ ഡിഫറൻസ് 0, മോഡുലസ് 0. ഇവിടെ ഡിഫറൻസ് -1, മോഡുലസ് 1 ആണ്. അപ്പൊ ഇവിടെ അത് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ അതുപോലെ മോഡുലസ് എടുക്കുമ്പോൾ 2 വരും, ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ഇവിടെ ആണെങ്കിൽ 2, 2 എടുക്കുമ്പോൾ ഡിഫറൻസ് 0 ആണ്. സോ മോഡുലസ് ഈക്വൽ ടു 0 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ A ക്രോസ് Aയിൽ നമ്മൾ എഴുതിയേക്കുന്ന ഏത് പെയർ എടുത്താലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ അകത്തോട്ട് A ക്രോസ് Aയിലെ എല്ലാ എലമെന്റ്സും നമുക്ക് എഴുതാൻ പറ്റും. That becomes R is equal to A cross A അല്ലെ. R എന്ന് പറയുന്നത് A cross A തന്നെ കിട്ടും. So it becomes a universal relation എന്ന് പറയാം. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് write a universal relation on set A. ഒരു സെറ്റ് A തന്നിട്ട് യൂണിവേഴ്സൽ റിലേഷൻ ഓൺ A എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതിയാ മതി? A ക്രോസ് A എഴുതിയാ മതി അല്ലെ. അതുപോലെ എയിൽ നിന്നും ബിയിലോട്ട് ഒരു റിലേഷൻ തന്നിട്ട് അവിടെ യൂണിവേഴ്സൽ റിലേഷൻ എഴുതാൻ പറഞ്ഞാൽ എന്നാ എഴുതിക്കോണം? A ക്രോസ് B എഴുതിക്കോണം. ഇനി നമ്മൾ രണ്ട് റിലേഷൻ പഠിച്ചു, MG ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ അല്ലെ. ഈ MG റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷനെയും കൂടെ ചേർത്ത് പറയുന്ന ഒരു പേരുണ്ട്. ദാറ്റ് ഈസ് ട്രിവിയൽ റിലേഷൻ. ട്രിവിയൽ റിലേഷൻസ്. അപ്പം ട്രിവിയൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? MG റിലേഷനും യൂണിവേഴ്സൽ റിലേഷനുമാണ് ട്രിവിയൽ റിലേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻ ആണ് റിഫ്ലക്സീവ് റിലേഷൻ. റിഫ്ലക്സീവ് റിലേഷൻ. അപ്പൊ ആദ്യം നമുക്ക് ഈ റിലേഷന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് സെഡ് ടു ബി റിഫ്ലക്സീവ് ഇഫ് ordered pair AA is an element of R for every A element of A. എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഈ തന്നിരിക്കുന്ന സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സിനും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എ എന്നൊരു എലമെന്റ് എടുത്താൽ എ എന്നൊരു പെയർ അവിടെ ഉണ്ടാവണം. ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് എയിൽ നിന്ന് എടുത്താൽ ബി എന്ന് പറയുന്ന ഒരു പെയർ അവിടെ ഉണ്ടാകണം. അപ്പൊ എയിലെ എല്ലാ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ സെയിം ആയിട്ട് വരുന്ന ഒരു പെയർ ഉണ്ടെങ്കിൽ ആ റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ദി റിലേഷൻ R is defined on a set A is equal to 1, 2, 3. Consider a relation and that relation is defined by R is equal to set of ordered pairs 1, 1, 2, 2, 3, 3 and say 2, 3. അപ്പൊ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഏതാ? 1, 2, 3 ആണ് അല്ലെ. അപ്പൊ ഈ സെറ്റിലെ ഓരോ എലമെന്റും നോക്കുക. ആദ്യത്തെ എലമെന്റ് 1 ആണ്. സോ 1, 1 എന്ന പെയർ ഇവിടെ ഉണ്ട്. അടുത്ത എലമെന്റ് 2 ആണ്. 2, 2 എന്ന പെയർ ഉണ്ട്. അടുത്ത എലമെന്റ് 3 ആണ്. 3, 3 എന്ന പെയറും അവിടെയുണ്ട്. അപ്പൊ ഈ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് അതേ എലമെന്റ് തന്നെ വരുന്ന എല്ലാ
എല്ലാ പേഴ്സും ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് റിലേഷൻ ഈസ് റിഫ്ലക്സീവ്. ഇനി വേറൊരെണ്ണം കൺസിഡർ ചെയ്യാം. R is equal to set of ordered pairs 1 1 2 2 2 3. അപ്പൊ അവിടെ എന്നാ സംഭവിച്ചു? ഈ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, പക്ഷെ ആരില്ല? 3 3 അവിടെ വന്നില്ല അല്ലെ. അപ്പൊ 3 3 അവിടെ വരാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് റിഫ്ലക്സീവ് ആവും. നോട്ട് റിഫ്ലക്സീവ്. അപ്പൊ ഒരു സെറ്റ് തന്നാൽ അതിലെ എല്ലാ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് അതേ എലമെന്റ് തന്നെ വരുന്ന പെയേഴ്സ് എല്ലാം അവിടെ ഉണ്ടെങ്കിലേ ആ റിലേഷൻ റിഫ്ലക്സീവ് ആവത്തുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം അവിടെ ഇല്ലാതെ പോയാൽ ഇറ്റ് ഈസ് നോട്ട് റിഫ്ലക്സീവ് എന്നാണ് പറയുന്നത്. ഐഡിയ ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത റിലേഷൻ നോക്കാം. അടുത്ത റിലേഷന്റെ പേരാണ് സിമെട്രിക് റിലേഷൻ. സോ ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. A relation R on a set A is said to be symmetric if ordered pair AB element of R implies ordered pair BA element of R for all A, B element of A. എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ മീനിങ്? നമ്മുടെ റിലേഷനകത്ത് എ ബി എന്നൊരു പേര് കിടപ്പുണ്ടെങ്കിൽ അത് തിരിച്ചിടുമ്പം കിട്ടുന്ന പേരും ആ റിലേഷനകത്ത് തന്നെ കാണണം. എങ്കിലേ അത് എന്താവത്തുള്ളൂ? സിമെട്രിക് ആവത്തുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് R is defined on set A 1 2 3 and R is taken as R is equal to set of ordered pairs 1 1 1 2 2. ഇത് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതിലെ ഓരോ പേര് കൺസിഡർ ചെയ്യുക, അത് തിരിച്ചിട്ട് നോക്കുക. അത് തിരിച്ചിടുമ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ 1 1 തിരിച്ചിട്ടാലും 1 1 തന്നെയാണ് അല്ലെ. 1 2 തിരിച്ചിട്ടാൽ എന്താ? 2 1 ആണ്. 2 1 അവിടെ കിടപ്പുണ്ടല്ലോ. ഓക്കെ. ഇനി 2 1 തിരിച്ചിട്ടാൽ വീണ്ടും 1 2 ആണ്. അപ്പൊ ഇതിനകത്ത് ഏത് ഓർഡേഡ് പെയർ എടുത്ത് തിരിച്ചിട്ടാലും ആ റിലേഷൻ അകത്ത് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്തായി മാറും? സിമെട്രിക് ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് വേറൊരെണ്ണം നോക്കാം. R is equal to set of ordered pairs 1 1 1 2 2 1 2 3. ഇത് സിമെട്രിക് ആണോ? ഒന്ന് നോക്കിക്കേ. എന്തേലും കുഴപ്പമാണോ? ഇവിടെ 1 1 തിരിച്ചിട്ടാലുണ്ട്, 1 2 തിരിച്ചിട്ടാലുണ്ട്, 2 1 തിരിച്ചിട്ടാലും ഉണ്ട്. പക്ഷെ 2 3 തിരിച്ചിടുമ്പോൾ ഉള്ള പേർ 3 2 അവിടെ വന്നിട്ടില്ല അല്ലെ. അപ്പൊ അത് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇത് നോട്ട് സിമെട്രിക് ആയിട്ട് മാറും. അത് ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ റിഫ്ലെക്സീവ്, സിമെട്രിക്. അടുത്തത് നമ്മൾ പറയുന്നത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ട്രാൻസിറ്റീവ് റിലേഷൻ. ഇനി ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റിലേഷൻ R on a set A is said to be transitive if ordered pair AB and ordered pair BC element of R implies ordered pair AC element of R for all A, B, C element A. എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? നമ്മുടെ റിലേഷനകത്ത് ഇതുപോലുള്ള രണ്ട് പെയേഴ്സ് വേണം. എന്താണ് ആ പെയേഴ്സിന്റെ പ്രത്യേകത? ആദ്യത്തെ പേരിന്റെ രണ്ടാമത്തെ എലമെന്റ് വെച്ചാണ് അടുത്ത പേര് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ പ്രത്യേകത പുറത്ത് വെച്ചോണം. ആദ്യത്തെ പേരിന്റെ രണ്ടാമത്തെ എലമെന്റ് വെച്ച് വേണം അടുത്ത പേര് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എലമെന്റ്സ് കണക്റ്റഡ് ആവുന്ന പെയർ AC അവിടെ ഉണ്ടായിരിക്കണം.
ഐഡിയ ക്ലിയർ ആയോ? ഇനി നമുക്ക് അതിന് ഒരു എക്സാമ്പിൾ നമുക്ക് സെയിം സെറ്റ് എയിൽ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. R is equal to ordered pair 1 2 2 3 1 3. ഇത് ട്രാൻസിറ്റീവ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ആദ്യത്തെ പെയർ ആയതാ 1 2. അപ്പൊ നിങ്ങൾ നോക്കണം, ഇവിടെ രണ്ടാമത് നിൽക്കുന്നത് 2 ആ. ഈ 2 വെച്ച് തുടങ്ങുന്ന വേറെ ആരെങ്കിലും അവിടെ ഇരിപ്പുണ്ടോ? ഉണ്ട് അല്ലെ. 2 വെച്ച് തുടങ്ങുന്ന അടുത്ത ഒരു പേർ ഇരിപ്പുണ്ട് 2 3. അപ്പൊ 1 2 2 3 ഉണ്ടെങ്കിൽ ആരെവിടെ കാണണം? 1 3 അവിടെ കാണണം. 1 3 ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഓക്കെ അല്ലെ. ഇനി നിങ്ങൾ അടുത്ത എലമെന്റ് എടുത്ത് നോക്കുക 2 3. അപ്പൊ രണ്ടാമത്തെ എലമെന്റ് ആരാ? 3 ആ. 3 വെച്ച് തുടങ്ങുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത പേരെടുത്തു 1 3. അവിടെയും രണ്ടാമത്തെ എലമെന്റ് 3 ആണ്. 3 വെച്ച് തുടങ്ങുന്ന വേറെ ഏതെങ്കിലും പേര് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെയും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആകെ അങ്ങനെ ഉള്ള ഒരു പേർ എന്ന് പറയുന്നത് 1 2 2 3 ആണ്. അപ്പൊ 1 3 ഓൾറെഡി അതിനകത്ത് വന്നിട്ടുമുണ്ട് അല്ലെ. അപ്പൊ ഇത് എന്ത് റിലേഷൻ ആയിട്ട് മാറി? ട്രാൻസിറ്റീവ് റിലേഷൻ ആയിട്ട് മാറി. ഇനി വേറെ നോക്കാം. സപ്പോസ് R is equal to set of ordered pair 1 2 2 1 1 1. ട്രാൻസിറ്റീവ് ആണോ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ആദ്യത്തെ പേർ എടുത്തു 1 2 1 2 2 ആണ് രണ്ടാമത്തെ എലമെന്റ് അല്ലെ. അപ്പൊ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത പേരുണ്ട് ഏതാ? 2 1 ആണ് അല്ലെ. അപ്പൊ ആര് വരണം? 1 1 വരണം. ഉണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത എലമെന്റ് എടുത്തു 2 1. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ രണ്ടാമത്തെ എലമെന്റ് 1 വെച്ച് തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ആ 2 പേരുണ്ട് അല്ലെ. 1 2 ഉണ്ട് 1 1 ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ 1 വെച്ച് തുടങ്ങുന്ന 1 2 എടുത്തു. അപ്പം ഏത് എലമെന്റ് അവിടെ വരണം? ഓർഡേർഡ് പെയർ 2 2 വരണം അല്ലെ. 2 1 എന്ന് എടുത്തു. 1 വെച്ച് തുടങ്ങുന്ന അടുത്ത പേരുണ്ടോ എന്ന് നോക്കി. 2 പേരുണ്ട്. അതിൽ ആദ്യം ഒരാളെ എടുത്തു 1 2. അപ്പൊ 2 1 1 2 ഉണ്ടെങ്കിൽ ആരും കൂടെ ആ റിലേഷനിൽ വരണം? 2 2 കൂടെ വന്നാലേ അതെന്താവത്തുള്ളൂ? ട്രാൻസിറ്റീവ് ആവത്തുള്ളൂ അല്ലെ. പക്ഷെ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താവത്തില്ല? ട്രാൻസിറ്റീവ് ആവത്തില്ല. സോ ദിസ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഐഡിയ ക്ലിയർ ആയോ? ഇനി ഈ ട്രാൻസിറ്റീവിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഈ ഫോമിലുള്ള പേരുകളൊന്നും എടുക്കാൻ പറ്റാതെ വരും. അതായത് രണ്ടാമത്തെ എലമെന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഒരു പേരും അവിടെ കാണത്തില്ല. ഫോർ ചുമ്മാ ഞാനൊരു റിലേഷൻ എഴുതി കാണിക്കുവാണ്. റിലേഷൻ സേ 1 5 1 3 2 3. ഇങ്ങനെ ഒരെണ്ണം എഴുതിയെന്ന് വിചാരിച്ചു. സെയിം സെറ്റിൽ തന്നെ എഴുതിയേക്കുവാണ്. അപ്പൊ ഇവിടെ 1 3 ആണ് വന്നിരിക്കുന്നത് അല്ലെ. രണ്ടാമത്തെ എലമെന്റ് ആരാ? 3 ആണ്. പക്ഷെ 3 വെച്ച് തുടങ്ങുന്ന വേറെ പേര് ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല അല്ലെ. അടുത്ത എലമെന്റ് ഏതാ എഴുതിയേക്കുന്നത്? ഓർഡേർഡ് പെയർ 2 3 ആണ്. പക്ഷെ 3 വെച്ച് തുടങ്ങുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ AB BC എന്ന ഫോമിലുള്ള പേരൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിലും ഈ റിലേഷനെ ട്രാൻസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് പ്രത്യേകം ഓർത്ത് വെച്ചോണം കേട്ടോ. ഇഫ് വി cannot find ordered pairs of the form AB and BC in R, then also the relation is considered as transitive. Clear ആയോ? അപ്പൊ നമ്മൾ എന്തൊക്കെ ഡെഫിനിഷനാണ് ഇപ്പൊ പഠിച്ചത്? എംറ്റി റിലേഷൻ പഠിച്ചു, യൂണിവേഴ്സൽ റിലേഷൻ പഠിച്ചു, റിഫ്ലക്സീവ് പഠിച്ചു, സിമെട്രിക് പഠിച്ചു, ട്രാൻസിറ്റീവ് പഠിച്ചു അല്ലെ. ഒരു റിലേഷൻ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് നോൺ ആസ് ആൻ ഈക്വലൻസ് റിലേഷൻ. ഈക്വലൻസ് റിലേഷൻ. എപ്പോഴാ ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആവുന്നേ? ഇഫ് ഇറ്റ് ഈസ് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്.
അപ്പൊ ഇപ്പൊ കുറെ ഡെഫിനിഷൻ ഒക്കെ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാം. അപ്പൊ പ്രോബ്ലംസ് കൂടുതലും ബേസ് ചെയ്ത് നമ്മുടെ റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവിനെ ബേസ് ചെയ്താണ് നമ്മുടെ പ്രോബ്ലംസ് കൂടുതലും വരുന്നത്. അപ്പൊ നമുക്ക് പ്രോബ്ലംസ് എല്ലാം ഒന്ന് നോക്കാം. അപ്പോ ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും അതിൽ ക്വസ്റ്റ്യൻ നോക്കിക്കോണം. അപ്പൊ നമുക്ക് എളുപ്പമുണ്ട്. NCERT ടെക്സ്റ്റില് വർക്ക്ഔട്ട് എക്സാമ്പിൾ 2 ആണ് പറയാൻ പോകുന്നത് കേട്ടോ. വർക്ക്ഔട്ട് എക്സാമ്പിൾ 2. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. Let T be the set of all triangles in a plane with R a relation in T given by R is equal to ordered pair T1 T2 such that T1 is congruent to T2. Show that R is an equivalence relation എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല. അപ്പോ ഇവിടെ നമ്മുടെ സെറ്റ് എന്താ തന്നിരിക്കുന്നത്? T ആണ്. T എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിലേഷൻ എങ്ങനെയാ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ T1 T2 such that T1 is congruent to T2. അപ്പൊ ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇക്വലൻസ് ആണോ എന്ന് നോക്കണമെങ്കിൽ റിഫ്ലെക്സീവ് ആണോ എന്ന് ആദ്യം നോക്കണം അല്ലെ. അപ്പൊ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ നമുക്കറിയാം T1 ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ T1 തന്നെ അതിനകത്ത് വരണം. എന്നാലേ അത് എന്താകത്തുള്ളൂ? റിഫ്ലെക്സീവ് ആകത്തുള്ളൂ അല്ലെ. അപ്പം T1 എന്നൊരു പേര് വരണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്തായിരിക്കണം? T1 is congruent to T1 എന്ന് തന്നെ ആയിരിക്കണം അല്ലെ. അങ്ങനെയാണോ? അതെ. കാരണം എന്താ? എവരി ട്രയാങ്കിൾ ഈസ് congruent to itself ആണ് അല്ലെ. എല്ലാ ട്രയാങ്കിളും അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണം? സിൻസ് എവരി ട്രയാങ്കിൾ ഈസ് congruent to itself എന്നാ പറയാം? ordered pair T1 is an element of R for every T1. ഈ T1 എവിടുന്നാ എടുത്തേക്കുന്നത്? നമ്മുടെ സെറ്റിൽ നിന്നാണ് അല്ലെ. for every T1 element T. എഴുതിയത് മനസ്സിലായോ? അപ്പൊ T1 വരണമെങ്കിൽ T1 is congruent to T1 എന്ന് പറയാൻ പറ്റണം. അങ്ങനെ പറയാം. അപ്പൊ റീസൺ ഇങ്ങനെ എഴുതിക്കോണം. Since every triangle is congruent to itself, ordered pair T1 element of R for every T1 element T. അതുകൊണ്ട് ആ റിലേഷൻ എന്തായി മാറി? Therefore this relation becomes reflexive ആയി അല്ലെ. ഇനി നമ്മൾ എന്താ നോക്കണ്ടേ? സിമെട്രിക് ആണോ എന്ന് നോക്കണം അല്ലെ. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എപ്പോഴും ഒരു ഓർഡേർഡ് പെയർ വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഓർഡേർഡ് പെയർ T1 T2 എന്ന് എടുക്കുകയാണ്. നമ്മൾ സിമെട്രിയുടെ ഡെഫിനിഷൻ എങ്ങനെ എഴുതിയേ? ഓർഡേർഡ് പെയർ AB ഉണ്ടെങ്കിൽ ഓർഡേർഡ് പെയർ BAയും വരണം അല്ലെ. അപ്പൊ നമ്മൾ എടുക്കുവാണ് സെലക്ട് ഓർഡേർഡ് പെയർ T1 T2 is an element of R. T1 T2 എവിടെയുണ്ട്? R-ലുണ്ട്. നമുക്കപ്പോ എന്ത് കിട്ടണം? തിരിച്ചു വരുന്ന പെയർ അല്ലെ. ഓർഡേർഡ് പെയർ T2 T1 അവിടെ വന്നാലേ അത് എന്താന്ന് പറയാൻ പറ്റുള്ളൂ? സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ വരുമോ നോക്കാം. ഇനി ഓർഡേർഡ് പെയർ T1 T2 R-നകത്തുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ എന്നതാ? T1 is congruent to T2. ഷോർട്ട് ഫോം ഒക്കെ ആയിട്ട് എഴുതുവാണ് കേട്ടോ എളുപ്പത്തിന്. T1 is congruent to T2. T1 congruent to T2 ആണ് നമുക്ക് തിരിച്ചും പറയാം അല്ലെ. T2 is congruent to T1. അപ്പൊ T2 is congruent to T1 എന്ന് പറഞ്ഞാൽ ആ പെയർ എങ്ങനെ എഴുതാം? ഓർഡേർഡ് പെയർ T2 T1 element of R ആയല്ലോ. ഓർഡേർഡ് പെയർ T1 T2 R-ലുണ്ടെങ്കിൽ ആരും ഉണ്ട്? ഓർഡേർഡ് പെയർ T2 T1 ഉണ്ട്. Therefore we can say that it is symmetric. അപ്പൊ റിഫ്ലെക്സീവ് ആയി, സിമെട്രിക് ആയി. ഇനി നമ്മൾ എന്തും കൂടെ നോക്കണം? ട്രാൻസിറ്റീവ് ആണോ കൂടെ നോക്കണം അല്ലെ. ട്രാൻസിറ്റീവ് ആണ് എങ്ങനെയായിരുന്നു നമ്മൾ എടുക്കുന്നത്? if AB and BC അല്ലെ. ordered pair AB and ordered pair BC element of R,
ordered pair AC should be an element of R. അപ്പൊ രണ്ട് പെയർ നമ്മൾ എടുക്കണം. അപ്പൊ ഇവിടെ T1 T2 ആണ് ഒരു പെയർ എടുക്കുന്നെങ്കിൽ അടുത്ത പെയർ എങ്ങനെ എടുത്തോളന്നാ പറഞ്ഞേക്കുന്നേ? ഈ രണ്ടാമത്തെ എലമെന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് അതിനെ T2 T3 എന്ന് വിളിക്കാം, എലമെന്റ് ഓഫ് R. ഇനി T1 T2 Rലുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താ? T1 is congruent to T2 and T2 T3 Rനകത്തുണ്ടെ ഉടനെ എന്നാ പറയാം? T2 is congruent to T3. ഇത് രണ്ടും കൂടി ഒന്ന് വായിച്ചേ. T1 T2നോട് കോൺഗ്രുവന്റ്, T2 T3യോട് കോൺഗ്രുവന്റ്. അങ്ങനെയാണെങ്കിൽ എന്നാ പറയാം? T1 congruent to T3 എന്ന് പറയാം അല്ലേ? So this implies T1 is congruent to T3. അപ്പൊ T1 is congruent to T3 എന്ന് പറഞ്ഞാൽ ഏത് പെയർ റിലേഷനകത്ത് വന്നു കഴിഞ്ഞു? ordered pair T1 T3 element of R. അപ്പൊ T1 ഉം T2 ഉം T2 ഉം T3 ഉണ്ടെങ്കിൽ ആരും കൂടെ അവിടെ വന്നിട്ടുണ്ട്? T1 T3 കൂടെ വന്നിട്ടുണ്ട് അല്ലേ? Therefore we can say that it is transitive. അപ്പൊ നമ്മുടെ റിലേഷൻ എന്നുള്ളത് റിഫ്ലെക്സീവ് ആയി, സിമെട്രിക് ആയി, ട്രാൻസിറ്റീവ് ആയി. അപ്പൊ എന്തായി മാറി? ഇക്വലൻസ് ആയി അല്ലെ? സിൻസ് ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്, ഇറ്റ് ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വർക്ക്ഔട്ട് എക്സാമ്പിൾ 3 ആണ് പറയുന്നത് കേട്ടോ. Let L be the set of all lines in a plane and R be the relation in L defined as R is equal to ordered pair L1 L2 such that L1 is perpendicular to L2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Show that R is symmetric but neither reflexive nor transitive എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മുടെ സെറ്റ് പറഞ്ഞിരിക്കുന്നത് എന്നതാ? L. L എന്ന് പറഞ്ഞാൽ എന്നതാ? സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? റിലേഷൻ എങ്ങനെയാ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? R is equal to set of ordered pairs L1 L2 such that L1 is perpendicular to L2. കണ്ടോ? അപ്പൊ ആദ്യം കാണേണ്ട എന്നാ? റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കണം അല്ലെ? റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഏത് പേർ ഇതിനകത്ത് വരണം? L1 L1 എന്ന് തന്നെ വരണം അല്ലെ? L1 L1 എന്ന് വരണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താവണം? L1 perpendicular to L1 എന്ന് തന്നെ പറഞ്ഞാലേ നമുക്ക് L1 L1 അവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ? ഇനി ഒരു ലൈൻ അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആകുമോ? ഇല്ല അല്ലെ? പക്ഷെ പാരലൽ ആണെങ്കിൽ ആകുമായിരുന്നു. ഒരു ലൈൻ അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആകത്തില്ല അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? Since L1 is not perpendicular to L1 itself, ordered pair L1 L1 not an element of R. അപ്പം L1 L1 എന്നുള്ള പെയർ അവിടെ വന്നില്ല. അപ്പൊ അത് റിഫ്ലെക്സീവ് ആകുമോ? ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി എന്നാ നോക്കണ്ടേ? സിമെട്രിക് ആണോ എന്ന് നോക്കണം അല്ലെ? സിമെട്രിക് ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു ഓർഡേഡ് പെയർ വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട് അല്ലെ? അപ്പൊ ഏത് ഓർഡേഡ് പെയർ എവിടെ എടുക്കണ്ടേ? ലെറ്റ് ഓർഡേഡ് പെയർ L1 L2 element R. So this implies what? L1 L2 Rലുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയാം? എന്ത് പറയാം? L1 is perpendicular to L2 എന്ന് പറയാം അല്ലെ? So we can write L1 is perpendicular to L2. L1 L2നോട് പെർപെൻഡിക്കുലർ ആണ്, തിരിച്ച് ശരിയല്ലേ? L2 L1നോട് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ? So we can write L2 is perpendicular to L1. അപ്പൊ L2
പെർപെൻഡിക്കുലർ ടു L1 എന്നായാൽ ഈ പെയർ എങ്ങനെയാവും? L2 L1 എന്നാവും അല്ലെ. സോ ദിസ് ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ L2 L1 എലമെന്റ് ഓഫ് R. അപ്പൊ L1 L2 ഉണ്ടെങ്കിൽ ആരുമുണ്ട്? L2 L1 അവിടെ വന്നു അല്ലെ. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സിമെട്രിക്. ഇനി എന്തുകൂടെ നോക്കണം? ട്രാൻസിറ്റീവ് ആണോ കൂടെ നോക്കണം അല്ലെ. ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാൻ നമ്മൾ എങ്ങനെയായിരുന്നു? രണ്ട് പേര് തുടങ്ങണമായിരുന്നു അല്ലെ. ആ പേരിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. എന്തായിരുന്നു? L1 L2 എടുത്താൽ അടുത്ത പേര് L2 വെച്ച് തുടങ്ങണം അല്ലെ. സോ L2 L3 എലമെന്റ് ഓഫ് R. ഇനി L1 L2 Rനകത്തുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താ? L1 is perpendicular to L2 and L2 L3 Rനകത്തുണ്ടെങ്കിൽ എന്നാ പറയാം? L2 is perpendicular to L3 എന്ന് പറയാം അല്ലെ. അപ്പൊ L1 L2നോട് പെർപെൻഡിക്കുലർ, L2 L3യോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ L1ഉം L3യും തമ്മിൽ എന്തായിരിക്കും റിലേഷൻ? ദിസ് ഈസ് ദി ലൈൻ L1. It is perpendicular to L2 and this L2 is perpendicular to another line L3. കണ്ടോ? അപ്പൊ L1 L3 എങ്ങനെയാ? പാരലൽ ആയി പോയി അല്ലേ. So this implies L1 is parallel to L3. That means L1 is not perpendicular to L3. L1 L3ക്ക് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓർഡേർഡ് പെയർ L1 L3 is not an element of R. അപ്പൊ L1 L2 ഉണ്ട്, L2 L3 ഉണ്ട്, പക്ഷെ ആര് വന്നില്ല? L1 L3 വന്നില്ല അല്ലെ. അപ്പൊ അത് എന്താവത്തില്ല? ട്രാൻസിറ്റീവ് ആകത്തില്ല. സോ ദിസ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അതല്ലായിരുന്നു നമ്മളോട് ചോദിച്ചേക്കുന്നത് റിലേഷൻ നോട്ട് റിഫ്ലെക്സീവ് ആണെന്നും സിമെട്രിക് ആണെന്നും നോട്ട് ട്രാൻസിറ്റീവ് ആണെന്നും പ്രൂവ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റിനകത്തെ വർക്ക്ഔട്ട് എക്സാമ്പിൾ 4 ആണ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ. നോക്കിക്കേ. Show that the relation R in the set 1, 2, 3 given by R is equal to set of ordered pair 1, 1, 2, 2, 3, 3, then ordered pair 1, 2, 2, 3 is reflexive but neither symmetric nor transitive എന്നാണ് കാണിക്കേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. നമുക്ക് ഏത് സെറ്റിലാ റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നേ? 1, 2, 3 അല്ലെ. അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? 1, 1 എന്നുള്ള പേര് കാണണം, 2, 2 എന്നുള്ള പേര് കാണണം, 3, 3 എന്നുള്ള പേര് കാണണം. എല്ലാരും ഉണ്ടോ? എല്ലാരും വന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് അത് എന്നാകും? റിഫ്ലെക്സീവ് ആകും അല്ലെ. അപ്പൊ എങ്ങനെ പറഞ്ഞോണം? സിൻസ് ഓർഡേർഡ് പെയർ 1, 1, 2, 2 and 3, 3 element of R, it is reflexive എന്ന് പറയാം. ആയല്ലോ. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് സിമെട്രിക് ആണോ അല്ലെ. സിമെട്രിക് ആണോ എന്ന് നോക്കാൻ എന്നാ ചെയ്യണ്ടേ? ഈ റിലേഷനിലെ ഓരോ പേരും എടുത്ത് തിരിച്ചിട്ട് നോക്കാം. അപ്പോഴും അതിനകത്ത് തന്നെ വരുന്നുണ്ടോ? 1, 1 തിരിച്ചാൽ 1, 1, 2, 2 തിരിച്ചാൽ 2, 2 തന്നെ, 3, 3 തിരിച്ചാൽ 3, 3 തന്നെ, 1, 2 തിരിച്ചാലോ 2, 1 ആ വരണ്ടത്. അവിടെ കിടപ്പുണ്ടോ? ഇല്ല അല്ലെ. അടുത്തത് നോക്കിയാലും അങ്ങനെയാ. 2, 3 തിരിച്ചാൽ 3, 2 ഇല്ല. ഏതെങ്കിലും ഒരു പേരിന് തെറ്റിക്കഴിഞ്ഞാൽ അപ്പളേ നമുക്ക് പറയാം. പിന്നെ അടുത്ത ആളെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിന് തെറ്റിയാൽ അപ്പളേ അത് ക്യാൻസൽ ആയി, നോട്ട് സിമെട്രിക് എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 1, 2 is an element of R ആണ്. But ordered pair 2, 1 തിരിച്ചിട്ടു, it is not an element of R. അതുകൊണ്ട് ഇത് എന്താവത്തില്ല?
എന്താ? നോട്ട് സിമെട്രിക് ആണ് അല്ലെ? സിമെട്രിക് ആവത്തില്ല, നോട്ട് സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം അല്ലെ? ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ പെയേഴ്സ് രണ്ടെണ്ണം ഒന്നിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. എങ്ങനെയുള്ള പെയേഴ്സ് ആയിരുന്നു കൺസിഡർ ചെയ്യുന്നത്? ആദ്യത്തെ പെയറിന്റെ രണ്ടാമത്തെ എലമെന്റ് കൊണ്ട് തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ഒരു പെയർ നോക്കണം. അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ പെയറും നോക്കാം. ഏതെങ്കിലും ഒരു പെയറിന് കണ്ടീഷൻ തെറ്റിയാൽ അത് ട്രാൻസിറ്റീവ് ആവത്തില്ല. അപ്പൊ ഇവിടെ 1 1 ഉണ്ട്, കണ്ടോ? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 1 2 ഉണ്ട്, 2 3 ഉണ്ട്. ഇങ്ങോട്ടൊന്ന് നോക്കിയേ. 1 2 2 3 2 വെച്ച് തുടങ്ങുന്ന അടുത്ത ആളാണ് 2 3 അല്ലെ? അപ്പൊ 1 2 അവിടെയുണ്ട്, 2 3 അവിടെയുണ്ട്. പക്ഷേ ആരവിടെ വന്നില്ല? 1 3. നമ്മുടെ റിലേഷനകത്ത് 1 3 ഉണ്ടോ? ഇല്ല. സോ ബട്ട് ഓഡഡ് പെയർ 1 3 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് R. ഏതെങ്കിലും ഒരു പെയർ എടുക്കുമ്പം കണ്ടീഷൻ കിട്ടുന്നില്ല എങ്കിൽ അതെന്താവത്തില്ല? ട്രാൻസിറ്റീവ് ആകത്തില്ല അല്ലെ? അപ്പൊ ഇതെന്താണ്? നോട്ട് ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ ആയോ? അതേസമയം ഇപ്പൊ 1 1 എടുത്തു, ഇവിടെ 1 ആണ് നിൽക്കുന്നത്. 1 വെച്ച് തുടങ്ങുന്ന വേറൊരു പെയർ ഉണ്ട് അല്ലെ? 1 2. അപ്പൊ 1 1 ഉം 1 2 കൂടെ നോക്കിയാൽ നമുക്കറിയാം 1 2 വരണം. 1 2 അവിടെ കിടപ്പുണ്ട്, ശരിയാവുന്നുണ്ട് അല്ലെ? അപ്പം ഏതെങ്കിലും ഒരെണ്ണത്തിന് തെറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കിയത്. 1 2 ഉണ്ട്, 2 3 അവിടെയുണ്ട്, പക്ഷെ ആരില്ല? 1 3 ഇല്ല അല്ലെ? 1 3 ഇല്ലാത്തത് കൊണ്ട് എന്നാ പറയാം? ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ നോക്കണം. ഇനി നമ്മൾ കൂടുതൽ ബാക്കിയുള്ള പ്രോബ്ലംസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.